ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഷോർട്ട് ഫിലിം സീരീസിന്റെ സെക്കൻഡ് ഡേ ആയിട്ടുള്ള ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലോട്ട് എത്തിക്കുന്നത് 2022 ഡിസംബർ 8 റിലീസായിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിമാണ്. ഏകദേശം 5 മില്യൺ വ്യൂസ് കവർ ചെയ്തിരിക്കുന്ന ഒരു ഷോർട്ട് ഫിലിമാണിത്. ഷോർട്ട് ഫിലിമിന്റെ പേര് നൈറ്റ് കോൾ. ഈ ഒരു കഥയിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഹരിയുടെ ക്യാരക്ടർ ചെയ്തിരിക്കുന്ന ശ്യാം മോഹനാണ്. ഹരി ഒരു ടൂറിസ്റ്റ് ആൻഡ് ട്രാവൽ കമ്പനിയിലെ ഓഫീസറാണ്. അന്നത്തെ ദിവസം ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഹരിയുടെ വീട്ടിലാണ്. ഹരി ആ, വളരെ സെൽഫിഷ് ആയിട്ടുള്ള ഒരാള്. എന്താ പറയാ, എല്ലാത്തിനും കണക്ക് വെക്കുന്ന, അല്ല മറ്റുള്ളവരോട് കമ്മിറ്റ്മെന്റ്സ് ഇല്ലാത്ത ഒരാള്. അമ്മയായിട്ടുള്ള കോളിലാണ് ഈ ഒരു ഷോർട്ട് ഫിലിം സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സമയത്ത് തന്നെ ഹരിയുടെ ക്യാരക്ടറിനെ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണിച്ചു തരുന്നുണ്ട് വെറും 3 മിനിറ്റിൽ തന്നെ ഈ ഒരു ഷോർട്ട് ഫിലിം. അതിനുശേഷം സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹരിയുടെ ടൂറിസ്റ്റ് ആൻഡ് ട്രാവൽ കമ്പനിയിൽ നിന്ന് പോയിട്ടുള്ള ഹരിദ്വാറിലേക്ക് പോയിട്ടുള്ള ഒരു ബസ് അപകടത്തിൽ പെടുകയും അതിൽ 4 പേര് മരിക്കുകയും ചെയ്യുന്നു. ഈ ഒരു കാര്യം ഈ മരിച്ച ആൾക്കാരുടെ വീട്ടിലോട്ട് വിളിച്ചറിയിക്കാൻ ആ ഒരു ടൂറിസ്റ്റ് ആൻഡ് ട്രാവൽ കമ്പനിയിൽ ആ സമയത്ത് വർക്ക് ചെയ്യുന്ന നൈറ്റ് ഷിഫ്റ്റിലുള്ള ആൾക്കാർക്ക് പറ്റുന്നില്ല. കാരണം മരണറിയിപ്പ് പറയാൻ അത്ര എളുപ്പമുള്ള കാര്യമല്ല. സോ ആ ഒരു ഡ്യൂട്ടി ഹരിയിലോട്ട് എത്തുകയാണ്. ഹരി ആ ഒരു ഡ്യൂട്ടി ഏറ്റെടുക്കുന്നു. ഏറ്റെടുക്കുമ്പോൾ വളരെ ലാഘവത്തോടെ, എന്താ പറയാ, ആഹ് ആരെ വിളിക്കണമെന്ന് ഹരി തെരഞ്ഞെടുക്കുന്നത് പോലും വെറും നമ്മളിങ്ങനെ എണ്ണിത്തൊട്ട് കളിക്കില്ല. അങ്ങനെ എണ്ണിത്തൊട്ട് എ തെരഞ്ഞെടുത്താണ് ഒരാളുടെ പേര് പിക്ക് ചെയ്ത് ഹരി കോൾ ചെയ്യുന്നത്. ഒരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ ഒരു കസ്റ്റമർ കെയറിന്ന് ഒരാള് വിളിച്ച് ആഹ് ഒരു, എന്താ പറയാ, ആളോട് സംസാരിക്കുന്ന അത്രയും ലാഘവത്തോടെ ഒരാള് മരിച്ച കാര്യം വിളിച്ച് പറയുന്ന ഹരിയിൽ നിന്നിട്ടാണ് ഈ ഒരു ഇമോഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഒരു കോളിൽ നിന്നും ഹരിക്കുണ്ടാവുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. നെക്സ്റ്റ് കോൾ ചെയ്യുമ്പോൾ ഹരിയുടെ ആറ്റിറ്റ്യൂഡ് മാറുന്നുണ്ട്. അങ്ങനെ ഓരോ കോളിലോട്ട് എത്തുന്തോറും ഹരിയിലെ കഥാപാത്രം മാറുന്ന ഒരു മാറ്റം നമ്മളിലോട്ട് വളരെ മികച്ച രീതിയിൽ തന്നെ ഈ പറയുന്ന ശ്യാം മോഹൻ കാണിച്ചു തരുന്നുണ്ട്. വളരെ ലാഘവത്തോട് തുടങ്ങിയ ആ ഒരു ഫോൺ കോള് അവസാനം എത്തുമ്പോഴേക്കും ആള് റിയലൈസ് ചെയ്യണം മനുഷ്യത്വത്തിന്റെ, അല്ലെങ്കിൽ മനുഷ്യരുടെ വിലയൊക്കെ റിയലൈസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലോട്ട് മാറുകയാണ്. ഇതില് നമ്മള് ഈ കാണുമ്പോൾ ഈ സ്ക്രീനിൽ നമ്മൾ ആകെ ഹരിനെ മാത്രമേ കാണുന്നുള്ളൂ. പിന്നെ എല്ലാം കോൾസിലൂടെ മെസ്സേജസിലൂടെ ഒക്കെ സംസാരിക്കുന്നവരെയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ അവരത്രയും തന്നെ നമ്മുടെ മുന്നിൽ, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലോട്ട് പതിയുന്ന രീതിയിലാണ് ഈ ഒരു എന്താ പറയാ, സ്റ്റോറി ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത്രയും ആഴമുണ്ട് ഈ കഥയ്ക്ക്. ആഹ് ഇതില് ലാസ്റ്റത്തെ കോള് ചെയ്യുമ്പോ ഒരു കുട്ടിയാണ് ഫോൺ എടുക്കുന്നത്. ഒരു രക്ഷയില്ലാന്ന് വെച്ചാ ഒരു രക്ഷയില്ല. നമ്മുടെ ഉള്ളില് ആ ക്യാരക്ടറിനെ നമുക്ക് എടുത്ത് കളയാൻ പറ്റില്ല ഈ ഒരു ഷോർട്ട് ഫിലിം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത്. അത്രത്തോളം ഡെപ്തിലാണ് ആ കുട്ടി വരെ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. എക്സ്ട്രാ ഓർഡിനറി ഷോർട്ട് ഫിലിം എന്ന് വെച്ചാൽ എക്സ്ട്രാ ഓർഡിനറി ഷോർട്ട് ഫിലിം. അതിന്റെ ക്യാമറ വർക്ക് ആണെങ്കിലും ശരി, കളർ ഗ്രേഡിംഗ് ആണെങ്കിലും ശരി, മ്യൂസിക് ആണെങ്കിലും ശരി, ഈ പറയുന്ന ശ്യാം മോഹന്റെ അഭിനയമാണെങ്കിലും ശരി, ഒന്നിനും ഒരു കുറവുമില്ലാത്ത, ഞാൻ എത്ര മാർക്ക് ഇതിന് കൊടുക്കുമെന്ന് ചോദിച്ചാൽ 10ൽ 10 എന്ന് പറഞ്ഞ് കൊടുക്കാൻ പറ്റുന്ന ഒരു ഷോർട്ട് ഫിലിം ഞാൻ ഇന്ന് വരെ ഇതിനേക്കാൾ ബെസ്റ്റ് ഒരു ഷോർട്ട് ഫിലിം കണ്ടിട്ടില്ല. കാരണം നമ്മുടെ ഉള്ളിനകത്ത് ഒരു നെഗറ്റീവ് നമുക്ക്, "ശ്ശെടാ ഇതവിടെ ഇത് എന്തിനിങ്ങനെ വന്നു?" അങ്ങനൊന്നും നമുക്ക് തോന്നൂല. അത്രമാത്രം അടിപൊളി. പിന്നെ ഈ വിളിക്കുന്ന 4 കഥാപാത്രങ്ങൾ, അതായത് ശ്യാം മോഹൻ വിളിക്കുന്ന 4 വീട്ടുകാരിലും ഉണ്ടാവുന്ന പല രീതിയിലുള്ള ആറ്റിറ്റ്യൂഡ്. എല്ലാവരും ഒരേ രീതിയിലല്ല ശ്യാം മോഹനെ കൈകാര്യം ചെയ്തത്. നിങ്ങൾ ഈ ഷോർട്ട് ഫിലിം കണ്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ട് ഈ ഒരു വീഡിയോന് താഴെ കമന്റ് ചെയ്യുക. പിന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.